ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. മുല്ലക്കയിലൊക്കെ ഭയങ്കര തിരക്ക്. ആലപ്പുഴ മുല്ലക്കയിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കുറേ പിള്ളേർ വന്നായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് റൂമിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നേക്കുവാണ്. നിങ്ങളെ കാണിച്ചത് ഇതാണ്. ഒരു വർഷത്തേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യം ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലിൽ നിന്നാണ് തുടങ്ങുന്നത് ഗായ്സ്. ഇത് ഫ്രോസൻ്റെ ആട്ടോ. ഈ സെയിം തന്നെ എനിക്ക് പൗച്ചുണ്ട്. പൗച്ച് ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ടെൻ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. ഫ്രോസൻ്റെ എൽസ എൻ്റെ അന്ന എന്നൊക്കെ പറയുന്നത് ഞാൻ കാണത്തില്ല. എൻ്റെ അനിയത്തിക്ക് ഫേവറേറ്റ് കേട്ടോ. എൻ്റെ ലീലാമ്മ കൊണ്ട് തന്നെ എറണാകുളത്താപ്പിയും കൊണ്ട്. പിന്നെ ഇത് ലഞ്ച് ബോക്സ് ആണ് ഗായ്സ്. ഞാൻ എടുത്തതാട്ടോ. വല്ലപ്പോഴും ഒക്കെ അല്ലേ ലഞ്ചൊക്കെ കൊണ്ടുപോകത്തുള്ളൂ, മറ്റേ ടിഫിനൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരെണ്ണം കൊണ്ടുപോകരുത്. ഏത് പടമാണെന്ന് എനിക്ക് അറിഞ്ഞുള്ളത്. എന്തോ ഒരു കരടിയുടെ ടെഡിയുടെ ഒക്കെ പടമുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ചോറ് കൊണ്ടുപോകാൻ പാത്രം സ്റ്റീലിൻ്റെ ആട്ടോ. ഫുള്ള് ഇത് ഇങ്ങനത്തെ ഇങ്ങനെ ക്ലിപ്പ് ഇടുന്നതാട്ടോ. ഇത് തുറക്കാൻ ഇച്ചിരി പാടാം. ഇത് ഇങ്ങനെ ക്ലിപ്പാണ്. എൻ്റെ കൈ പൊന്നോ തുറന്ന് ഇങ്ങനത്തെ ഒരു അടപ്പാണ്. പിന്നെ ഉള്ളിലൊരു വേറൊരു പ്ലേറ്റും കൂടെ തന്നിട്ടുണ്ട് അവർ. പിന്നെ ഇങ്ങനെയാണ് ചോറൊക്കെ അത്യാവശ്യം വെക്കാൻ പറ്റുന്ന ഒരു കാരേജിങ്. നല്ല രസമുള്ള ഒരു ബാഗ്. ഇതാണ് എനിക്കിഷ്ടമാണ്. സ്റ്റീലിൻ്റെയൊക്കെ ഇത് അടയ്ക്കാനൊക്കെ സിമ്പിളാണ്. അടയ്ക്കാൻ സിമ്പിളാണ്, തുറക്കാനാണ് ഡഫ്. പിന്നെ കവറിൽ തന്നെ കയറ്റി വെക്കാം. സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഒരു കറിപ്പാത്രം കേട്ടോ. എന്തെങ്കിലും പൊരിച്ചതോ അല്ലാതെ ചിക്കൻ പൊരിച്ചതോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇതുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ. ഇതിന് 60 രൂപ കണ്ടാണ്. ഇത് ഓഫർ ഇട്ടതാണ്. ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറി അങ്ങനെയൊക്കെ സാമ്പാർ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഇങ്ങനത്തത് ഇങ്ങനെ കറക്കി തുറക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആണ്. അടയ്ക്കാനൊക്കെ പറ്റും. സിമ്പിളാണ്. പിന്നെ 2 സിസേഴ്സ് വാങ്ങി കേട്ടോ. ഒന്ന് ഞാൻ പൊട്ടിച്ച് നോക്കി കേട്ടോ ഗായ്സ്. പിന്നെ ഒരു യെല്ലോയും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂവേ. പിന്നെ സ്കെച്ച് വാങ്ങി കേട്ടോ. സ്കെച്ച് ഇത് നല്ല ഇതാണെന്നൊക്കെ ക്വാളിറ്റിയാണെന്ന് പറയുന്നത്. 12 സ്കെച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ 12 കളേഴ്സ് ആണെന്നാണ് പറയുന്നത്. എത്ര ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ 3 പെൻസിൽസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഒന്ന് ഇങ്ങനത്തത്, പിന്നെ ഇങ്ങനത്തെ. എനിക്ക് എൽസയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ നല്ല രസമാണ്. ഞാൻ അങ്ങനത്തെ അവരുടെ ഒരു എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത് 3 എണ്ണം വാങ്ങിച്ചത്. പിന്നെ ഒരു സാധാരണ ഒരു ക്രയോണ്, നല്ലൊരു 5-6 ക്രയോൺ ഇരിപ്പുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ 3 പശ വാങ്ങിച്ചിട്ടുണ്ട്. 2 വലുത്, 1 ചെറുത്. എല്ലാം ഒരേ കമ്പനിയുടെ ആട്ടോ 3 എണ്ണം. പിന്നെ 15 ബുക്ക്, ഒരെണ്ണം പേപ്പർ റോള് 15 ബുക്ക് പൊതിയാന്നാണ് അവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ. പിന്നെ എടുത്തെന്ന് വെച്ച ഒരു ബാഗ്, എന്തായാലും പ്രധാനമാണ് ബാഗ്. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെയാണ്. 4 ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിച്ചത് ഇങ്ങനത്തെ ഒരു ഇവിടെ ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഉറയുണ്ട്. ഉള്ളിലേതോ ഒരു ചെറിയ ഉറയുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ആർക്കും കാണാൻ പറ്റാത്തൊരു സൈഡാണ്. ഉപ്പി വെക്കാൻ പറ്റുന്ന 2 സൈഡിലുമാണ് കേട്ടോ. പിന്നെ ഇതിന് അഞ്ചാറ് സ്ഥലത്ത്. പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്നാമത്തെ ഉറ. ഇത് ലാസ്റ്റ് ഉറ കേട്ടോ, 4ാമത്തെ. നല്ലൊരു ബാഗ്. എനിക്ക് പിങ്കും പെർപ്പിളും ആട്ടോ എൻ്റെ ഫേവറേറ്റ്. നിങ്ങൾക്ക് ഏത് കളറാണ് കമൻറ്റ് ചെയ്യുക. പിന്നെ വാങ്ങിച്ച 3 ഫയലാണ്. ഒരു ടേപ്പ്, പിന്നെ 3 ഫയൽ സ്കൂളിൽ കൊണ്ടുപോകാൻ. പിന്നെ മറ്റേ A4 സൈസ് പേപ്പറാട്ടോ വാങ്ങിച്ചേക്കുന്നത്. പ്രത്യേകമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ 2 വൈറ്റ്നർ,
പിന്നെ 2 സ്റ്റാപ്ലെയർ പിന്നെ ഒരു റബ്ബർ, പിന്നെ 5-6 സ്കെയിലിൽ, 2 പ്ലാസ്റ്റിക്കിൻ്റെയും 1 സ്റ്റീലിൻ്റെയും, പിന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ്റെ ചെറിയ, പിന്നെ അത് ഇങ്ങനത്തെ ഇപ്പോഴത്തെ മോഡൽ, പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്. ഒരു വർഷത്തേക്ക് വേണ്ടി ഞാനാണെങ്കിൽ വലിയൊരു ബുക്ക് അങ്ങ് വാങ്ങിച്ചു, 1 ലൈനിൻ്റെ റഫ് ബുക്കാട്ടോ, റഫ് ബുക്കിനാണ്. പിന്നെ ഇത് ചെറിയ ഒരെണ്ണം കേട്ടോ, മറ്റേ സെലോ ടേപ്പ്. പിന്നെ 3 കട്ടർ വാങ്ങിച്ച്, കട്ടർ ഇരിപ്പുള്ളതുകൊണ്ട് 5-6 കട്ടറേ വാങ്ങിച്ചുള്ളൂ, കുറച്ച് കട്ടറേ വാങ്ങിച്ചുള്ളൂ. പിന്നെ 4 പേന പെൻസിൽ വാങ്ങിച്ചു, ഫ്രീ തന്നു കേട്ടോ ചേട്ടൻ കടയിൽ നിന്ന്. പിന്നെ പേനയുടെ 5-6 കളറിലെ ഡിസൈൻസുള്ള പേന നല്ല വാങ്ങിച്ചു. പിന്നെന്താ 3 പേരല്ലാതെ സെപ്പറേറ്റ് പേന വാങ്ങിച്ചു. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, നിങ്ങൾക്കറിയാമല്ലോ സാധനങ്ങളുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. വേറെ ഏതോ ഒരു ക്യാമലിൻ്റെ അല്ല വാങ്ങാൻ, വേറെ ഏതോ ഒരു ടൈപ്പ് വാങ്ങിച്ചതാണ്, ക്യാമലിൻ്റെ അവിടെ ഇല്ലാത്തതുകൊണ്ടാട്ടോ. പിന്നെ വലിയൊരു നമ്മുടെ ലഞ്ച് ബോക്സ് പോലത്തെ ഒരു സാധനം, എന്തുവാന്ന് ഞാൻ ആദ്യമേ ഡൗട്ട് അടിച്ച്, പിന്നെ തുറന്ന് നോക്കിയപ്പോൾ എന്താ പൗച്ചാണെന്ന്. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള സാധനമാണ്. തുറക്കുമ്പോൾ ഇതിങ്ങനെയാണ്, സിബൊക്കെ ഉണ്ട്, വർക്കിംഗ് ആണ്. പിന്നെ പിങ്ക് കളറ്, പിങ്കും പർപ്പിളും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്, കുറോമിയാണ്, കാർട്ടൂൺ ക്യാരക്ടറാണെന്ന് തോന്നുന്നു, ഞാൻ എല്ലാവരും കേട്ട് പറഞ്ഞതാട്ടോ. കുറോമി പെർപ്പിളാട്ടോ, ഇതും പെർപ്പിളാണ്. എനിക്ക് പെർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പെർപ്പിൾ തന്നെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രോസൺ എൽസ ആൻഡ് അന്ന, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് കാർട്ടൂണിൻ്റെ വേറൊരു പൗച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 5-6 നോട്ട് ബുക്സ്, ചെറിയ നോട്ട് ബുക്സ് ആട്ടോ. ഇത് മാക്സ് 2 ലൈൻസിൻ്റെ 4 ലൈൻസിൻ്റെ അങ്ങനത്തെ ചെറിയ എല്ലാം അങ്ങനെ 5-6 വാങ്ങിച്ചിട്ടുണ്ട്. 2 ലൈൻ്റെയും 4 ലൈൻ്റെയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെന്താ ഇത് ഇത്രയും 1 ലൈനും മാക്സും ആണ് കേട്ടോ, എല്ലാം 1 ലൈനാണ്, 5th ക്ലാസ്സിലെല്ലാം. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലഞ്ച് ബാഗാണ്, കണ്ടോ, റെയിൻബോ കളറ്, ഇതിലും പർപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോണേ. പിന്നെന്താ ഡ്രോയിങ് ബുക്ക്, ഞാൻ പറഞ്ഞ പോലെ അത്ര സാധനങ്ങൾ. പിന്നെന്താ ഇത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ. പിന്നെ തലയിലിടാൻ അങ്ങനത്തെ സ്കൂളിലത്തേക്ക്. പിന്നെ ചെറിയൊരു ബുഷ് വാങ്ങിച്ച്, വള 2 എണ്ണം കേട്ടോ, എന്തുവാ ക്ലിപ്പ്, തലയിൽ കുത്താൻ ഒരു ക്ലിപ്പ്, മാല, അത്ര വാങ്ങിച്ചു. പിന്നെന്താ ഇതിൽ ബുഷും പിന്നെ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു. ഇത്രയും ബുഷ് വാങ്ങിച്ച് സ്കൂളിലത്തേക്ക് നീല, വൈറ്റ് അങ്ങനത്തെ പല കളറിൽ ആവശ്യം വരും ഓരോ ഡേയ്സിൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കളറിൽ മാച്ചിങ് ആയിട്ടുള്ള വാങ്ങിച്ചു, യൂണിഫോമിന് മാച്ച് ആയിട്ടുള്ള അത്ര വാങ്ങിച്ചുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാൻ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.